കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരണപ്പെട്ട യുവാവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ബന്ധുക്കളില്ലാത്ത അവസ്ഥയായിരുന്നു. ബന്ധുക്കളും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർന്ന് BJP മണ്ഡലം പ്രതിനിധികൾ സജീവമായി ഇടപെടുകയും മൃതദേഹം ഏറ്റുവാങ്ങുകയും സംസ്കരിക്കുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരിട്ടെത്തി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച കൊണ്ടുവന്നില്ല. ഇവ ഒരു പീസ് കഴിച്ചും കൊണ്ട് ഇവ ജോലി സ്ഥലത്തങ്ങ് പോയി. പിന്നെ കിടന്നത് മൂന്നാമത്തവനും പെങ്ങളും അമ്മയും ഈ മരിച്ച ബിജുവാണ് കിടന്നത്. അവർ ഈ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇത് കഴിച്ചതിൻ്റെ ആ ഒരു ഇതിൽ തലയിറക്കമൊക്കെ വന്നിട്ട് അവർ തമ്മിൽ തന്നെ അവിടെ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നിന്നതല്ലാതെ വേറെ ഒന്നും അവർ കഴിച്ചില്ല. കഴിക്കാതെ വെള്ളിയാഴ്ച രാത്രിയായപ്പോൾ ഇവർക്ക് ആർക്കും സഹിക്കാൻ വയ്യ. വെള്ളിയാഴ്ച രാത്രിയപ്പോൾ ആശുപത്രി പോകാൻ വിളിച്ച് അമ്മ പോകാമെന്ന് പറഞ്ഞിട്ട് ബിജു നേരം വെളുത്ത് പോവാമെന്ന് പറഞ്ഞ് നിന്ന് ആ രാത്രി തന്നെ അവ ഒരുപാട് ഛർദ്ദിച്ച്, അനിയത്തി ഛർദ്ദിച്ച്, വിനീതും ഛർദ്ദിച്ച്. നേരം വെളുത്തപ്പോഴാണ് അവൻ മരിച്ചു കിടക്കുന്നത് ഇവർ കാണുന്നത്. രാവിലെയാണ് 5:30 മണിക്കാണ് അവർ അന്ന് വിളിച്ച്. അതിനുമ്പേ അവ എണിച്ച് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്തു എല്ലാവർക്കും. വീട്ടിൽ വെച്ച് മരിച്ചു. ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വിറങ്ങലിച്ചാണ് അവരാ നിമിഷം അറിഞ്ഞപ്പോഴും അവിടെ വന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ അപ്പച്ചിയാണ് ഞാൻ വന്നതിന് ശേഷം അവർ ചാനലുകാർ വന്നപ്പോഴും മാത്രം അവിടെ വന്നിട്ട് പോയിറക്കാൻ. ഇന്നലെയൊന്നും അവരവിടെ വന്നില്ല. ഇന്നിനി ഞാൻ വന്നതിന് ശേഷം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഞങ്ങൾ മാത്രം ആ വീട്ടിനകത്ത് കട ഇപ്പോഴും സൈഡിൽ കൂടെ അവർ കച്ചവടം നടത്തുന്നു. പാവങ്ങളായിട്ടല്ലേ സാറേ ഇങ്ങനെ വന്നത്. ഏതെങ്കിലും വലിയവൻ്റെ വീട്ടിൽ ഒരു കൊച്ചിനോ വലുതിനോ എങ്ങനെ സംഭവിച്ചെങ്കിൽ ആ കടയും പൊട്ടിച്ച് എന്തെല്ലാം വിധിയായന്. ഇപ്പം ലോകത്ത് നടക്കുന്ന അങ്ങനെയല്ലേ. ഇവർക്ക് അച്ഛൻ തന്നെ ഇതിനൊക്കെ 4 ഒരു കുട്ടയിലിട്ട് അടയ്ക്കുന്ന സമയത്താണ് എൻ്റെ സഹോദരൻ മരണപ്പെടുന്നത്. ഇന്ന് ഇത്രയാക്കി 25 വയസ്സാണ് ഒരു കൊച്ചത്. ഇപ്പം എന്നിട്ട് ഇപ്പം നഷ്ടപ്പെട്ടത് ആർക്കാണ്? കള്ളയില്ലെങ്കിൽ വയ്യാത്തതാണ്. ഇലകമൺ കക്കാട് കോളനിയിൽ ബിജു എന്ന ചെറുപ്പക്കാരൻ ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെട്ടു എന്നുള്ള സംഭവം ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുടുംബത്തിലെ 4 പേർ ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. അവരെ നേരിട്ട് കാണാനും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുമൊക്കെയാണ് ഞാനിന്നിവിടെ വന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും
ആശങ്കാജനകമായിട്ടുള്ള കാര്യം. കേരളം ആരോഗ്യ മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വർക്കലയിൽ ഏതാണ്ട് 20ഓളം പേർ ഭക്ഷ്യവിഷബാധയേറ്റ് അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ വീണ്ടും മറ്റൊരു കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെടുന്ന 5 പേർക്ക് അതിലൊരാൾ മരണപ്പെട്ടു എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല, ആ പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരുപക്ഷെ വിശദീകരിക്കാൻ കഴിയാത്ത, ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട ശുഷ്കാന്തിയോടുകൂടിയിട്ടുള്ള നടപടികൾ ഉണ്ടായില്ല എന്നുള്ള പരാതിയാണ് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള മുഖം നോക്കാതെയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ആ പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒരു അലംഭാവമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ബന്ധുക്കളുടെ പരാതി. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരും ദുർബല വിഭാഗങ്ങളിൽപ്പെടുന്നവരും ഒക്കെയായിട്ടുള്ള പട്ടികജാതി സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഈ തരത്തിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അലംഭാവം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ യുവാവിന്റെ മരണം ഭക്ഷ്യവിഷബാധ മൂലമാണെന്ന സ്ഥിരീകരണമുണ്ടാകുന്നത്. ഇലകമൺ കല്ലുവിള വീട്ടിൽ ബിനുവാണ് മരണപ്പെട്ടത്. ഇലകമണ്ണിലെ ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങി വീട്ടിലെത്തുകയും ബിനുവും അമ്മയും സഹോദരങ്ങളും കേക്ക് കഴിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഛർദിയും വയറിളക്കവും വന്ന ശാരീരിക അസ്വസ്ഥ്യങ്ങൾ നേരിടുകയായിരുന്നു. എന്നാൽ പിറ്റേന്ന് അവശനിലയിലായ ബിനുവിനെ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണമാണെന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ബിനുവിന്റെ അമ്മയും സഹോദരങ്ങളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മുടെ ഇലകമൺ പഞ്ചായത്തിലെ തന്നെ ഇലകമൺ വാർഡിലെ കക്കാട് കോളനിയിൽ ബിനു 23 വയസ്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി കഴിച്ചു എന്ന് വിവരം അറിഞ്ഞു. വാർഡ് മെമ്പറാണ് അറിയിച്ചത്. അതിനെ തുടർന്ന് നമ്മളപ്പോൾ തന്നെ ESI ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ESI ഹോസ്പിറ്റലിൽ പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും നേതൃത്വത്തിലാണ് നടത്തിയത്. അതിനുശേഷം നമ്മുടെ ആ ഒരു കട സന്ദർശിച്ചു. ആരോഗ്യ വിഭാഗവും അതോടൊപ്പം തന്നെ പോലീസും ഉണ്ടായിരുന്നു. ആ കട നമ്മൾ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ബേക്കറി കേക്ക് വാങ്ങിച്ചു എന്നാണ് ബേക്കറി പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണ് വിശദമായ കാര്യം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടെ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അവരെയൊക്കെ പോയി കണ്ടിരുന്നു. കണ്ടപ്പോഴത്തേക്ക് അമ്മ ICUവിലായിരുന്നു. സഹോദരിയോട് സംസാരിച്ചു. സഹോദരൻ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. സഹോദരിയുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബിരിയാണി കഴിച്ചു എന്നും പറയുന്നുണ്ട്, കേക്ക് കഴിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വെള്ളിയാഴ്ച ഫുള്ള് ഇവർ റെസ്റ്റിലായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാവിലെ ഒരു 7:30 മണിയോടുകൂടി കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ ചെന്നു. 11 മണിക്കാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ചെന്ന് കണ്ടു. അവരുടെ സ്ഥിതി എല്ലാം അറിഞ്ഞായിരുന്നു. അപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നുള്ള റിപ്പോർട്ടാണ് അപ്പോഴും തന്നത്. ICUവിലാണ്, വാർഡിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവരും അന്ന് തന്നെ വാർഡിലോട്ട് മാറ്റുമെന്നുള്ള അറിയിപ്പ് തന്നിട്ടുണ്ട്. കേക്ക് മേടിച്ച് കഴിച്ച് മസ്താനം കോക്കനാട്ട് വന്നെന്ന് പറയുന്ന ഒരു കേക്ക് മേടിച്ച് കഴിച്ച് അവർ 5 പേരും തിന്ന്, തള്ളയും 4 മക്കളും കഴിച്ച്. പിന്നെ അതിനുശേഷം അവർ ഒരു ആഹാരവും കഴിച്ചില്ല. അവർ അതിൽ ഇളക്കവും ഛർദിലും പിടിച്ച് ഒരു ദിവസം അവർക്ക് എണീക്കാൻ വയ്യാതായി. ശനിയാഴ്ച ഇടന്നാണ് രണ്ടാമത്തവ മരണപ്പെട്ടത്. ബാക്കി 4 പേരും ഇവിടെ അഡ്മിറ്റാണ്. ICUയിൽ ഇന്നലെ വരെ തള്ള ICUയിലായിരുന്നു. ഇന്ന് പിന്നെ വാർഡിലോട്ടാക്കി. ഇന്ന് രണ്ടാമത്തവൻ്റെ ബോഡി കൊണ്ടുപോയി
അടക്കം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നോക്കുകയാണ്. വിസ്മയാനുസ് വർക്കല.